കടലോളം വെള്ളം Hey guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു 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 ഇതെനിക്കുണ്ട് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നിർബന്ധമൊന്നുമില്ല, ഞാൻ കഴിഞ്ഞ വ്ളോഗ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കടലാസുമൊക്കെ നന്നായിട്ട് പൂത്ത് ഒലിഞ്ഞ് നിൽപ്പുണ്ട് ഗൈസ്, വൈറ്റും പിങ്കും, പിന്നെ മുകളിലൊരു ഓറഞ്ച് കളറൊക്കെ ഉണ്ട്. അപ്പം ഇതുപോലെ ചെടികളൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾ ഇതൊക്കെ കാണിച്ചു തരുന്നതിൽ. പിന്നെ അതുപോലെ കഴിഞ്ഞ വ്ളോഗിൽ ഒരു ഷോർട്സിൽ നമ്മൾ അരുളി വാങ്ങിച്ചത് കാണിച്ചില്ലായിരുന്നു. അപ്പോൾ റോസ് കളറും വൈറ്റ് കളറും പിന്നെ ഒരു ലൈറ്റ് പിങ്ക് കളറും ഒക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ചെടിച്ചെടിയിലാക്കി നല്ല വളമൊക്കെ ഇട്ട് നമ്മൾ സെറ്റപ്പായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി എപ്പോഴും പൂക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബിസി ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റെഡിയായിട്ട് സെറ്റപ്പായിട്ട് നിൽക്കുവാണ് ഗൈസ്. അപ്പോൾ ഉമ്മ അതാ റെഡിയായി ചെരുപ്പൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് ഇരുവാണ്. അപ്പോൾ ഇനി നമുക്ക് നല്ല തിരക്കാണ്. ഫസ്റ്റ് നമുക്ക് ട്രിവാൻഡ്രം ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാറ് കൊല്ലം സ്റ്റേഷനിൽ ഇട്ടിട്ട് പോവാണ് ഗൈസ്. അപ്പം അതുകൊണ്ടാണ് സ്റ്റേഷനൊക്കെ എത്തി. പിന്നെ കുറച്ച് നേരം നമ്മുടെ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി ഒരു ഡിലേയും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ താണ്ട് ഗിഫ്റ്റൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അത് വെച്ച് കുറച്ച് ഷോ ഒക്കെ കാണിച്ചു അവിടെ നിന്നു. അപ്പോൾ ട്രെയിനിൽ കയറി നമ്മൾ കുറച്ച് നേരം ഉറങ്ങിയൊക്കെ എത്തിയപ്പോഴാണ് ട്രിവാൻഡ്രം എത്തിയത്. കൈയെഴുത്തിയപ്പോഴത്തേക്കും നമ്മൾ ട്രിവാൻഡ്രം എത്തി. അപ്പം എവിടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അൽസാജ് വെച്ചായിരുന്നു ഒരു മാരേജ് ഫംഗ്ഷൻ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ വാപ്പാടെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ ആയിരുന്നു ഗൈസ്. അപ്പം നല്ല ഫംഗ്ഷൻ, നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നടന്നു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെയിൻ ഐറ്റത്തിലോട്ട് പോയി ഗൈസ്. സദ്യ. എൻ്റെ മോനെ, സദ്യ എന്നൊക്കെ പറഞ്ഞാൽ കപ്പലിൻ്റെ മിഠായി, കുഞ്ഞി പരിപ്പ് വട, ചിപ്സ്, ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ചപ്പാത്തിയും കുറുമയാണ് ഗൈസ് ഫസ്റ്റ് തന്നത്. പിന്നെ അതുപോലെ നല്ല ചൂട് ചോറും പരിപ്പ് കറിയും, പിന്നെ അതിൻ്റെ മുകളിൽ നെയ്യും, പിന്നെ കുറച്ച് പപ്പടവും. ഞാൻ മോനെ സ്വർഗ്ഗമായിരുന്നു കേട്ടോ. ഞാൻ ഒരു വലിയ സദ്യ ഫാനല്ല, എന്നാലും ഇത് അടിപൊളിയായിട്ട് വരുന്നു. എല്ലാം നല്ല ഒന്നിനൊന്നിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. പിന്നെ അതിന് ഒരുപാട് പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ബ്ലാക്ക് കളറ് ഭയങ്കര മധുരമായിരുന്നു ഗൈസ്, അതുകൊണ്ട് പിന്നെ ഞാൻ അതങ്ങ് അവോയ്ഡ് ചെയ്തു അതിന്. എന്നിട്ട് വൈറ്റ് കളറും ബോളിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഉമ്മാടെ അതിൻ്റെ ഇടയ്ക്കൂടെ എങ്ങനെ ഉണ്ടെന്ന് ചുമറൊക്കെ ഒഴിഞ്ഞ് അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷം വാപ്പയുടെ ആ കുഞ്ഞി പരിപ്പുട വാപ്പ എടുത്തില്ല ഗൈസ്. അങ്ങനെ ഞാൻ വിചാരിച്ചു ആ പരിപ്പുട ഞാൻ എടുക്കാമെന്ന്. ഞാൻ ഒരു കൊച്ചു പരിപ്പോടെ ഫാനാണ് ഗൈസ്. പിന്നെ അതിനുശേഷം നമ്മളിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും അവിടെ ബ്രൈഡും ഗ്രൂംസൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഇത്ര ഉള്ളതാണ് നമ്മൾ ഉച്ചയുള്ള വ്ളോഗ്. പിന്നെ അതിനുശേഷം ഉച്ചയായി നമ്മൾ വീട്ടിൽ വന്നിട്ട് റെഡിയായിട്ട് അടുത്ത പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐറ്റംസ് എല്ലാം നമ്മൾ എടുത്തു. പവർ ബാങ്ക്, ഫോൺ, സ്പെക്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലിപ്സ്റ്റിക് മെയിൻ ഐറ്റം, അങ്ങനെ ഇതെല്ലാം എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് ഞാൻ വിചാരിച്ചത് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വേണ്ടി നമുക്ക് വാട്സ് ഇൻ മൈ കാർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാറിലഴിക്കുന്ന മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഗൈസ് സംഭാരമാണ് കേട്ടോ. മിൽമയുടെ പ്രൊമോഷനൊന്നും അല്ല, എന്നാലും അടിപൊളി സംഭാരമാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഫോൺ ഫുൾ താഴെ പോയി ഗൈസ്. പിന്നെ അതിനെ പൊക്കി എടുത്തിട്ട് മെയിൻ ഐറ്റം കാണിക്കാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഡാസിൽ എന്ന പുതിയ ഒരു ഷെയ്ഡ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഐറ്റമല്ലേ. അപ്പോൾ അത് ഞാൻ അൺബോക്സ് ചെയ്യുന്നൊക്കെ ഷോർട്സിൽ ഞാൻ കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സോളോ വൈബിംഗ് ആണ്. ഞാൻ എന്നെ തന്നെ ചിരിക്കുന്നു, ഏതൊക്കെയോ എക്സ്പ്രഷനൊക്കെ ഇടുന്നു ഗൈസ്. അങ്ങനെ പിന്നെ പൊക്കോണ്ടിരുന്നപ്പോഴും നല്ല അടിപൊളി നല്ല കിട്ടിലെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഗൈസ്, അത് ആസ്വദിച്ച് പിന്നെ കുറച്ച് നേരം. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ടോ, ഇക്കാടെ വീട്ടിലും. അടിപൊളിയാണ് ഗൈസ്, അവിടെ വൈബായിരുന്നു. എല്ലാവരൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് സെറ്റപ്പായിട്ട് നല്ല രസമായിരുന്നു ഗൈസ്. നോക്കട്ടെ, എന്തുവാ ചുറ്റും മുറിവടാ മതി മതി മതി. വേദന ചേട്ടാ, ഇങ്ങനെ ചാവിക്കാൻ പോയപ്പോ ഞാൻ ഇങ്ങനെ എടുത്തു.
പിന്നെ ഇവന്മാരുടെ കുഞ്ഞിലെ തൊട്ടേ ഇവന്മാർ ഇവരുടെ കൂടെ കിടന്ന് കളിച്ച് വളർന്നതാട്ടോ. അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഭയങ്കര നൈസാണ്, ഭയങ്കര വൈബാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം സാറ്റ് കളിച്ച് ഗൈസ്. ഞാൻ ഈ പശുത്തൊഴുത്തിലാണ് ഗൈസ് ഒളിച്ചിരുന്നത്. അവരെന്നെ കണ്ടുപിടിച്ചു. അത് നല്ല വൈബിങ് ആയിരുന്നു കേട്ടോ. അടിപൊളി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇവ വെച്ചൂരല്ലേ എന്നെ നോക്കല്ലേ അങ്ങനെ അവിടുത്തെ വൈബിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മൾ ഇത്താടെയും ഇക്കാടും റിസപ്ഷൻ ഫംഗ്ഷനാണ് ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അവിടെ ഈ നൈസ് വൈബിങ് ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മളെ ടീമുകളെത്തി ഗൈസ്. കുറച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ട് കേട്ടോ, കുറച്ച് ആറ്റിറ്റ്യൂഡാണ്. അപ്പം എല്ലാരും ലൂഡോ കളിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ലൂഡോ കളിച്ചിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. എന്റെ സബ്സ്ക്രൈബേഴ്സിനൊപ്പം എന്റെ പുതിയ സബ്സ്ക്രൈബർ പേര് പറ. ആലിയ. സ്കൂൾ ഏതാ? ഐശോ. അത് നമ്മുടെ അന്ന ഫാത്തിമ, നമ്മളെ പഴയ ബ്ലോഗിലൊക്കെ വന്നിട്ടുള്ള അന്ന ഫാത്തിമ. പിന്നെ നമ്മുടെ കുഞ്ഞുമണിയുടെ പേര് പറയൂ. ഈഹ ഫാത്തിമ. എല്ലാം നമ്മളെ ഫാത്തിമമാരാണ്. ആ ടീം അടുത്ത ആളൊന്നു പേര് പറയൂ. അപ്പോൾ നമ്മളെ മാമയുടെ പാട്ടുകൂടി നമ്മളെ റിസപ്ഷൻ പാർട്ടിയും നമ്മൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗും എല്ലാം അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ചോ ഇമ്പ്രൂവ്മെന്റോ ഒക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.